നിങ്ങളെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് വിദേശത്തേക്ക് യാത്ര പോകണമെന്ന്. അങ്ങനെ നിങ്ങൾ ആറ്റുനോറ്റ് അങ്ങനെ ഒരു യാത്രക്ക് പോവാണ്. എന്നാൽ ആ യാത്രയിൽ നിങ്ങൾ പല സത്യങ്ങളും മനസ്സിലാക്കുകയാണ്. പിന്നെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായി മാറിയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആകെ കൂടെ ദുരിതത്തിൽ ജീവിക്കുന്ന ഒരച്ഛനും മകളും അമ്മയും കൂടെ അവർക്ക് 3 പേർക്കും വിദേശത്തേക്ക് ഒരു യാത്ര പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനായിട്ടുള്ള കാശൊന്നും അവരുടെ കയ്യിലില്ല. എന്നാൽ എങ്ങനെയായിരിക്കും അവർ ആ യാത്ര പോകാൻ പോകുന്നത്? ആ യാത്രയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ സിനിമയെ കൂടെ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വൺ ലൈൻ ആണ്. ഇതിലും കൂടുതൽ പറഞ്ഞാൽ പിന്നെ സിനിമ കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല. ഇതെങ്ങനെയുള്ള സിനിമയാണെന്ന് പോലും ഞാനിപ്പോൾ പറയുന്നില്ല. അത് കണ്ട് തന്നെ മനസ്സിലാക്കുക, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് 2020 റിലീസ് ചെയ്ത ഓക്കെ മാഡം എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 2009 നോർത്ത് കൊറിയയുടെ സീക്രട്ട് ഏജന്റുമാർ നടത്തുന്ന ഒരു മിഷനാണ് കാണിക്കുന്നത്. അതെന്ത് മിഷനാണെന്നറിയില്ല, പക്ഷെ അവർ വലിയൊരു ബിൽഡിങ്ങിൽ എന്തോ ഒന്ന് തിരയാനായിട്ട് പോവുകയാണ്. ആണും പെണ്ണുമായിട്ട് 2 പേരാണ് ഏജന്റുമാരായിട്ടുള്ളത്. എന്നാൽ അവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും അവരെ കണ്ടുപിടിച്ചു. പിന്നെ അവിടെ പൊരിഞ്ഞ സംഘട്ടനാണ്. ഏജന്റ് ആണെങ്കിൽ ആളുകളെ വലിച്ചിട്ട് അവരുടെ കഴുത്തിനിടിച്ചാണ് അവരെ താഴേക്കിടുക, അവരെ ബോധം കെടുത്തി തള്ളിയിടുക. ഏജന്റിനും ഓരോരുത്തരോട് മുട്ടി നിൽക്കുന്ന നേരം ഏജന്റ് പെട്ടെന്ന് തന്നെ ഏതോ റൂമിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വെലുപ്പെല്ലാം എടുത്ത് നോക്കും. എന്നാൽ അതിലൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ അപ്പോഴാണ് അവളുടെ വാച്ചിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. മോളെ രക്ഷപ്പെട്ടോ, നിന്നെ കൊല്ലാനായിട്ട് ഒരു പട തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കൂടെയുള്ള ഒരുത്തനെ പോലും നീ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ രക്ഷപ്പെട്ടോ. ഇതേ സമയം നോർത്ത് കൊറിയയും റഷ്യയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ സെന്ററിന്റെ ഒരു ഓഫീസാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരാൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന തലയുടെ തലയിൽ ഗണ്ണ് വെച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ഇരിക്കുന്ന തല ആരാന്ന് വെച്ചാൽ ഈ ഏജന്റിലെ ലേഡി ഇല്ലേ, ആ ലേഡിയുടെ അച്ഛനാണ്. ഇവിടെ ലേഡിക്ക് മെസ്സേജ് കിട്ടിയത് കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവനെ പോലും അവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ അവനെ കാണുന്ന നേരം അവൻ ഗണ്ണ് പൊക്കും. അത് കാണുന്ന അവൾ അവനെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടും. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അടുത്തത് കാണിക്കുന്നത് സൗത്ത് കൊറിയയിലെ ഒരു കടയാണ്. രാവിലെ തന്നെ കടയുടമയായ ലേഡി അവളുടെ കട തുറക്കും. അവളുടെ ജോലി എന്താന്ന് വെച്ചാൽ പിരിയപ്പം വിൽക്കുന്നതാണ്. അതെന്തപ്പം അറിയില്ല, പക്ഷെ പിരിയോടെയാണ് അത് വിൽക്കുന്നത്. പിരി പോലെയാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് പിരിയപ്പം എന്ന പേര് വന്നത്. ഈ കച്ചവടക്കാരിയുടെ പേരാണ് സാക്കി. അവളാണ് നമ്മുടെ ഹീറോയിൻ. സാധനം വാങ്ങിക്കാൻ വന്ന ആളുകൾ പറയും, ഞങ്ങൾ എത്ര നേരമായി ഈ കടയുടെ മുന്നിൽ കാത്തിരിക്കുന്നു, നിങ്ങൾക്കൊന്ന് നേരത്തെ തുറന്നൂടെ, എന്റെ കഴുത്ത് വരെ ഇപ്പൊ പിരിഞ്ഞുപോയി. അതിന് സാക്കി ചോദിക്കും, നിങ്ങളുടെ പിരിഞ്ഞ കഴുത്ത് എന്നിട്ട് എവിടെ? ഇവിടെ ഉണ്ടെന്ന് പറയുന്ന നേരം അമ്പമ്പോ ഇതിപ്പോൾ എൻ്റെ അപ്പം പോലെ പിരിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശയെല്ലാം പറഞ്ഞ് സാധനങ്ങളെല്ലാം കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് സാക്കിയുടെ കെട്ടിയവനെയാണ്. അങ്ങേര് കമ്പ്യൂട്ടർ വെച്ച് എന്തോ ഒരു പണി എടുത്തോണ്ടിരിക്കുക. കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുന്ന പരിപാടിയിൽ അങ്ങേര് വലിയ പുലിയാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ എന്തോ ഒരു ഡ്രിങ്ക്സ് കൂടി കുടിക്കുന്നുണ്ട്. അതിന്റെ അടപ്പെടുത്ത് നോക്കുന്ന നേരം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത തവണ നോക്കിക്കോന്ന്. സംഭവം ആ ബോട്ടിൽ കമ്പനി ലക്കി വിന്നറെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിന്റെ അടപ്പിൽ തന്നെ ലക്കി വിന്നർ ആരായിരിക്കും എന്ന് എഴുതി വെക്കും. അത് കണ്ടുപിടിക്കുന്ന ആൾക്ക്, അത് കിട്ടുന്ന ആൾക്ക് അമേരിക്കയിലെ ഹവായിലേക്ക് യാത്ര പോകാം. എന്നാൽ ഈ സമയത്താണ് ഭാര്യ അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ അവൾ ഈ കാര്യങ്ങൾ കണ്ടാൽ ആകെ കൂടെ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെട്ടിയോൻ അത് ഒളിപ്പിച്ചു വെക്കും. എന്നാൽ സാക്കി വന്ന് നോക്കുന്ന നേരം കെട്ടിയോനാകെ പരിഭ്രമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങയുടെ പേര് ലീ എന്നാണ്. ലീയുടെ ഈ കള്ളഭാവങ്ങളെല്ലാം കാണുന്ന നേരം അവൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ അവൾ ആ ബോട്ടിൽ കണ്ടുപിടിക്കും. അവൾ അതിന് ദേഷ്യപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതുപോലെയുള്ള പരിപാടിക്കൊന്നും പോകണ്ട എന്ന്. നിങ്ങളുടെ ഭാഗ്യമൊക്കെ നിങ്ങൾ പണ്ടേ ഉപയോഗിച്ച് കഴിഞ്ഞു. അതിന് കെട്ടിയോൻ ചോദിക്കും, എന്റെ ഭാഗ്യം ഞാൻ പണ്ട് ഉപയോഗിച്ചെന്നോ? അതെവിടെ? അതായത് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലേ എന്ന് അവൾ ചോദിക്കുന്ന നേരം കെട്ടിയോന് സന്തോഷമായി. നീ എന്റെ സുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ അകത്തേക്ക് കയറി വരിക. പെട്ടെന്ന് തന്നെ അറിയാത്ത പോലെ തിരിച്ചിരിക്കും. ഈ വന്നവൻ കാര്യമായിട്ട് എന്തോ ഒരു സഹായം കിട്ടാനാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവന് കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കെട്ടിയോൾ പിന്നീന്ന് ആ ബോട്ടിലെ വെള്ളം എടുത്ത് കുടിക്കും. എന്നാൽ അതിന്റെ അടപ്പ് നോക്കുന്ന നേരം അവൾ ആകെക്കൂടെ പേടിക്കും. കെട്ടിയനോട് ദേ നോക്കിയേ, നമുക്ക് ഹവായി ട്രിപ്പ് കിട്ടിയെന്നും പറഞ്ഞ് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർക്ക് ആ ലോട്ടറി അടിച്ചു, അവർക്കിപ്പോൾ ഹവായിലേക്ക് യാത്ര പോകാം. അങ്ങനെ അവർ ആകെ സന്തോഷത്തിൽ തുള്ളിച്ചാടി കളിക്കും. അങ്ങനെ രാത്രി ആവുന്ന നേരം ഭാര്യയുടെ മനസ്സാകെ മാറി. അവൾക്കിപ്പോൾ ഹവായിലേക്ക് പോകണ്ടെന്നാണ്. ഇതൊരു സൗജന്യ യാത്രയാണെങ്കിലും അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവർക്ക് എന്തൊക്കെയോ ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവർക്ക് എന്തൊക്കെയോ കടങ്ങൾ വീട്ടാനുണ്ട്. അതെല്ലാം ചെയ്തു തീർക്കാൻ അവർക്ക് പറ്റില്ല. മാത്രമല്ല വീട്ടിലെ വാഷിംഗ് മെഷീൻ പോലും മര്യാദയ്ക്ക് തിരിയില്ല. അത് നന്നാക്കാൻ നോക്കിയിട്ട് അതിനും പറ്റിയിട്ടില്ല. അതിനുപോലും ഗതിയില്ലാത്ത ഈ ഒരു സമയം അവർ ഇന്തമാതിരി ഒരു യാത്രക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് അവൾ പറയാ. എന്നാൽ കെട്ടിയവൻ എത്രയൊക്കെയോ പറഞ്ഞു നോക്കും, അവൾ സമ്മതിക്കില്ല. എന്നാൽ ഈ സമയമാണ് അവരുടെ ട്രോഫി അങ്ങോട്ട് ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു വരുന്നത്. മകളങ്ങോട്ട് വരുന്നത്. അവളാണെങ്കിൽ ആകെ കൂടെ വിഷമത്തിലാ. ഇതിന്റെ കൂടെ തന്നെ സാക്കിയുടെ ഫോണിലേക്ക് അവളുടെ സ്കൂളിൽ നിന്നും ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് നോക്കുന്ന നേരം അവൾ സ്കൂളിൽ വെച്ച് ചെയ്ത ലീലാവിലാസങ്ങളുടെ കണക്കുകളാണ്. ഏതോ ഒരു പയ്യനിട്ട് മുഖത്തൊരു ഇടി കൂടെ അവൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിക്കുന്ന നേരം അവൾ പറയും, അവൻ എന്നെ സുമോ ഗുസ്തിക്കാരാന്ന് വിളിച്ചു. കൂടെ തന്നെ നിന്റെ അമ്മ പിരിവെട്ടിയ പലഹാരങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് കൂടെ പറഞ്ഞ് കളിയാക്കി. അതിന്റെ പേരിലാണ് ഞാൻ അവൻ ഇടിച്ചേ. നിങ്ങൾക്ക് ഇനിയേലും ഈ പിരിവെട്ടിയ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിർത്തിക്കൂടെ? അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന് അമ്മ പറയും, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ അവൾ പറയും, എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതിന്റെ പേരിൽ അമ്മ അവളെ പിടിച്ചടിച്ചോണ്ട് നിൽക്കുന്ന നേരം അവൾ കരഞ്ഞോണ്ട് പറയും, എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫാമിലി എല്ലാവരും വീക്കെൻഡിൽ ക്യാമ്പിങ്ങിന്
ക്യാമ്പിങ്ങിനെല്ലാം പോകും. എന്നാൽ ഞാൻ ഇതുവരെ ക്യാമ്പിങ്ങിന് പോയിട്ട് പോലുമില്ല. അതെന്താണെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയില്ല. ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. വിമാനത്തിൽ കയറാത്തതും ക്ലാസ്സിൽ ഞാൻ മാത്രമാണ്. ഇതെന്താ എനിക്ക് മാത്രമല്ല ഇങ്ങനെ? പോരാത്തതിന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള ചുട്ട അടിയും വാങ്ങണം. എനിക്ക് ജീവിതം മടുത്ത്. എന്നാൽ അന്ന് രാത്രി മകൾ ഉറങ്ങിക്കഴിയുന്ന നേരം സാക്കിക്കൊരു വിഷമം. അവൾ പറയുന്നത് ശരിയാണ്. അവർ ഇതുവരെ ഒരു ക്യാമ്പിങ്ങിന് പോലും പോയിട്ടില്ല. മകൾക്ക് സന്തോഷിക്കാനായി അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു യാത്രയും പോയിട്ടില്ല. മകളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അവൾക്ക് വിദേശത്തേക്കൊരു യാത്ര പോകണം, വിമാനത്തിൽ യാത്ര പോകണം എന്നാണ്. എന്തായാലും ലീഡ് എടുത്ത് വന്ന് കാര്യം പറയാൻ അവൾ ചെല്ലുന്ന നേരം അങ്ങേരാണെങ്കിൽ വാഷിംഗ് മെഷീൻ നന്നായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൾ പറയും, നമുക്ക് എന്തായാലും യാത്ര പോയാലോ? മോൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ പുറത്തേക്ക് യാത്ര പോകുന്നത്, നമുക്ക് ഹവായിക്ക് പോവാം. ഇത് കേൾക്കുന്ന ലീ ചാടി എഴുന്നേറ്റ്, നീ ഇപ്പോഴാടി എന്റെ ഭാര്യ ആയതെന്നും പറഞ്ഞ് ചാടി ഒരു സെല്യൂട്ട് അടിച്ച് നേരെ നിൽക്കുന്ന നേരം അവന്റെ കൈ തട്ടി വാഷിംഗ് മെഷീൻ വർക്കാവും. എന്നാൽ ഇതും കൂടെ കാണുന്ന നേരം സാക്കിക്ക് ഡബിൾ ഹാപ്പിയായി. ഇനിയിപ്പോൾ വാഷിംഗ് മെഷീന്റെ കാര്യത്തിൽ കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് യാത്ര പോകാനുള്ള പരിപാടിയെല്ലാം ശരിയായി കഴിഞ്ഞു. എന്നാൽ ഈ സമയമാണ് നമ്മൾ ആ നോർത്ത് കൊറിയൻ ഏജന്റിനെ കാണുന്നത്, ആ ലേഡിയെ കാണുന്നത്. അവൾ അന്ന് രക്ഷപ്പെട്ടു വന്നത് സൗത്ത് കൊറിയയിലേക്കാണ്. എന്നാൽ ഇവിടെ നിന്ന് അവൾ അമേരിക്കയിലെ ഹവായിലേക്ക് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവൾ ഇവിടെ നിന്നും ഹവായിലേക്ക് രക്ഷപ്പെടുകയാണെന്നുള്ള കാര്യം അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഏജന്റിനില്ലായിരുന്നോ? അവനും അറിഞ്ഞു. അവൻ അവളെ പിടിക്കാനായി സൗത്ത് കൊറിയയിലേക്ക് വന്നായിരുന്നു. എന്നാൽ ഇത്ര കാലമായിട്ടും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇവിടെ നിന്നും അവൾ ഹവായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വിമാനത്തിൽ തന്നെ വെച്ച് പിടിക്കാൻ അവൻ തീരുമാനിക്കും. അപ്പം തന്നെ കൂടെയുള്ള ആളുകളോട് അവൻ മെസ്സേജ് ചെയ്ത് പറയും, ഇത്തവണ നമ്മൾ അവളെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അവൾ ജീവനോടെ തന്നെ നമുക്ക് പിടിക്കണം. പിറ്റേന്ന് രാവിലെ ആവുന്ന നേരം നമ്മുടെ ടീം കെട്ടും പാടങ്ങളും എല്ലാം ശരിയാക്കി ഹവയിലേക്ക് പോകാൻ റെഡിയായി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം അയൽക്കാരായിട്ടുള്ള ചേച്ചിമാരും ആൻറ്റിമാരും എല്ലാവരും അങ്ങോട്ട് എത്തും. സാക്കിക്ക് അയൽക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ അയൽക്കാരെല്ലാവരും അവർക്കായിട്ട് നല്ല യാത്രയെല്ലാം പറയും. എന്നാൽ ഇതേ സമയം എയർപോർട്ടിന് മുന്നിൽ ഒരു വാനിനകത്തായി ഒരുത്തൻ കുറച്ച് ആളുകളെയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവൻ ആരാന്ന് വെച്ചാൽ ആ ഏജന്റ് ലേഡിയെ പിടിക്കാനായി നടക്കുന്ന മറ്റൊരു ഏജന്റ് ഇല്ലേ, അങ്ങരുടെ പേര് നമുക്കിപ്പോൾ തല എന്ന് പറയാം. ആ തലയുടെ ടീമിന്റെ ലീഡറാക്കി വെച്ചിരിക്കുന്ന ആളാണ് ഇവൻ. ഇവൻ കൂടെയുള്ള എല്ലാവരോടും പറയും, ദാ ഈ ഫോട്ടോയിൽ കാണുന്നവളെയാണ് നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്നത്. ആ വിമാനത്തിൽ കയറി അപ്പം തന്നെ നമ്മൾ അവളെ തിരഞ്ഞിറങ്ങും. കണ്ടുപിടിച്ച ഒരിക്കലും വിടാൻ പാടില്ല. ജീവനോടെ തന്നെ നമുക്ക് അവളെ പിടിക്കണം. പിന്നെ നമ്മൾ ഈ മിഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൊറിയൻ അല്ല ഒരിക്കലും സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ചൈനീസിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ ടീമിൽ ജാക്കറ്റ് ഇട്ട ഒരു ചട്ടിമുടിയന് ശരിക്കും ചൈനീസ് അറിയില്ല. അവന് കൊറിയൻ മാത്രമേ സംസാരിക്കാൻ അറിയൂ. അതുകൊണ്ട് അവനോട് പറയും, ഈ മിഷൻ ചെയ്ത് കഴിയുന്നവരെ നീ ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല. ഇവിടെ നമ്മുടെ ടീം ഇപ്പോഴാണ് എയർപോർട്ടിൽ എത്തുന്നത്. അവരിപ്പോഴേ നേരം വൈകി. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയും, നിങ്ങൾക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അത് കേൾക്കുന്ന അവർ വിചാരിക്കും ബോഡി ചെക്ക് ചെയ്ത് നോക്കാനാണ്. അവരപ്പം തന്നെ ജാക്കറ്റ് എല്ലാം അഴിച്ച് കാണിച്ചു കൊടുക്കും. എന്തായാലും സ്റ്റാഫ് വിളിച്ചു നോക്കുന്ന നേരം കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇപ്പോഴും വിമാനത്തിലേക്ക് പോകാം. എന്നാൽ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, വിമാനത്തിൽ 2 ബിസിനസ് ക്ലാസ് സീറ്റുകൾ ബാക്കിയുണ്ട്, അവർക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അവരാദ്യം വിചാരിക്കും അതിന് കാശ് കൊടുക്കണമെന്ന്. എന്നാൽ ഫ്രീ ആണെന്ന് പറയുന്ന നേരം നീയും മോളും കൂടെ അതിൽ കയറിക്കോ, ഞാൻ എക്കണോമിയിൽ ഇരുന്നോളാന്ന് കെട്ടിയോൻ പറയും. ലീ പറയും. അങ്ങനെ അവർ സന്തോഷത്തിൽ ചാടിയോടി വിമാനത്തിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാര്യയും മകളും കൂടിയാണ് ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ എക്കണോമിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ ആ വിമാനത്തിന്റെ ഏറ്റവും പിന്നിലേക്കുള്ള സീറ്റിലേക്ക് പോയി നോക്കുന്ന നേരം അവിടെ ആ ഏജന്റ് തല ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഏജന്റ് ലേഡിയെ പിടിക്കാനായി ഇങ്ങോട്ട് വന്നിരിക്കുക. കൂടെ തന്നെ വിമാനത്തിൽ ഒരു ജെന്റിൽമാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ജോലി ആവശ്യത്തിന്റെ പേരിൽ ഹവായിലേക്ക് പോവുകയാണ്. എന്നാൽ വിമാനത്തിൽ പോകുന്ന അങ്ങേർക്ക് വലിയ പേടിയാ. അതുകൊണ്ട് തന്നെ ഉറക്കു ഗുളിക കുടിക്കും. എന്നാൽ അതൊന്നും പോരാ, കുറച്ചുകൂടെ കൂടുതൽ കുടിച്ചാണ് അങ്ങേര് കിടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ആ ഏജന്റ് ലേഡിയാണ്. അവർ ഈ വിമാനത്തിൽ തന്നെ ഉണ്ട്. കറുത്ത ഹുഡിയും തൊപ്പിയും മാസ്കും എല്ലാം വെച്ച് അങ്ങനെ മിണ്ടാതിരിക്കുക. ആ തലയുടെ ടീമിന്റെ കണ്ണിലും ഇതുവരെ അവൾ പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ സേഫാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് വിമാനം റൺവേ കൂടെ ഓടി അങ്ങനെ പറക്കാൻ തുടങ്ങി. ഇവിടെ സാക്കിയും മകളും ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുകയായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്ന നേരം സാക്കി പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചാണ് വന്നത്. എന്നാൽ മകളുണ്ട്, എനിക്ക് അത് വേണം ഇത് വേണം, കൂടെ ഒരു കൊക്കക്കോള കൂടെ വേണമെന്ന് പറയാ. ഇത് കേൾക്കുന്ന സാക്കി പറയും, മോളെ നീ വീട്ടിൽ നിന്ന് കഴിച്ചല്ലേ വന്നേ, ഇതിനെല്ലാം കൂടെ എത്ര കാശാന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, ഇതിനൊന്നും കാശ് വേണ്ട, ഫ്രീയാ. അത് കേൾക്കുന്ന സാക്കി പറയും, അങ്ങനെയാണെ പിന്നെ അവൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എനിക്കൊരു പ്ലേറ്റ് പോന്നോട്ടെ എന്ന്. ഇതേ സമയം ഏറ്റവും പിന്നീന്ന തല വിമാനത്തിൽ വന്ന അങ്ങേരുടെ ബാക്കിയുള്ള ടീമിന് എല്ലാവർക്കും മെസ്സേജ് അയക്കും, വിമാനത്തിൽ ഏജന്റ് ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തു നിന്ന് എഴുന്നേറ്റ് അന്വേഷിക്കാൻ തുടങ്ങും, ഏജന്റിനെ തിരയാൻ തുടങ്ങും. അവരാദ്യം തന്നെ എക്കണോമിയിലാണ് തിരയുന്നത്, ബിസിനസ് ക്ലാസ്സിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഏജന്റ് നിൽക്കുന്ന എക്കണോമിയിലാണല്ലോ. എന്നാൽ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് ചെല്ലും. എന്നാൽ അവരുടെ ടീമിൽ ഒരു ചട്ടിമുടിയൻ ഇല്ലായിരുന്നോ, ചൈനീസ് അറിയാത്ത. അവൻ ഓരോ ലേഡികളുടെയും മുഖം നോക്കി നടക്കുന്ന നേരം അതിലൊരു ലേഡി മാത്രം മുഖത്ത് എന്തോ ഫേഷ്യൽ എങ്ങാനും ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ ആ മുഖം കാണാൻ പറ്റില്ലല്ലോ. അവൻ മെല്ലെ അത് പൊക്കി നോക്കുന്ന നേരം ആ ലേഡി നീ എന്താണോ കാണിക്കുന്നത് ചോദിക്കും. അവൻ അറിയാതെ കൊറിയനിൽ സംസാരിച്ച് പോകുന്ന നേരം പിന്നെ വായ പൊത്തി അവിടുന്ന് ഒരു ഒറ്റയോട്ടാ. ഇവിടെ വിമാനത്തിലെ സ്റ്റാഫ് ഏട്ടൻ അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ട് സാക്കിന്റെ അടുത്തെത്തുന്ന നേരം അവൾ അറിയാതെ തട്ടിപ്പോകും. എന്നാൽ അതിൽ നിന്ന് താഴെ വീഴുന്ന ഫുഡെല്ലാം അവൾ ഒരൊറ്റ അടിക്ക് കയ്യെ പിടിക്കും. അത് കാണുന്നവൻ ഞെട്ടും. കൂടെ തന്നെ മകളുടെ വായിലേക്കൂടെ അതിട്ട് കൊടുക്കുന്ന കാണുന്ന നേരം അവൻ ഒന്നുകൂടെ ഞെട്ടും. നിങ്ങൾ ആരാണ്, നിങ്ങൾ സിനിമയിലെല്ലാം അഭിനയിക്കുന്നുണ്ടോ? അതിന് സാക്കി പറയും, ഞാൻ ചിങ്യോങ് സിറ്റിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അവൻ പറയും, ചിങ്യോങ് സിറ്റിയിലെ മേയറായിരിക്കുമല്ലേ നിങ്ങൾ? എന്നാൽ ഇതെല്ലാം കാണുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് അവൻ അകത്തേക്ക് വിളിക്കും.
നീ എന്തിനാടോ യാത്രക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, അവർ ചിങ്ങോൻ സിറ്റിയിലെ മേയറാ, അവരോടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അവനാണെങ്കിൽ എന്തേ ഒന്ന് കേട്ടാൽ തന്നെ അപ്പം തന്നെ വളച്ചൊടിച്ചൊരു കഥ ഉണ്ടാക്കും, എന്നിട്ട് ബാക്കിയുള്ളവരോടെല്ലാം പറഞ്ഞു നടക്കുകയും ചെയ്യും. ഇതേ സമയം ഹീറോയുടെ തൊട്ടടുത്തൊരു അപ്പാപ്പനോട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഹവായിലേക്ക് പോകുന്നത്? ഞാൻ ഫാമിലി ആയിട്ടൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനാ ചോദിക്കുന്ന നേരം, ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കാണാൻ പോവുക, കൂടെ ഒരു പാവ കൂടെ അങ്ങേരുടെ കയ്യിലുണ്ട്. അങ്ങേര് ചോദിക്കും, ഇതൊരു മഹായാത്രയല്ലേ, നമുക്ക് അവിടെ എത്തുന്നവരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നാലോ, ബോറടിക്കില്ല എന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്കും ഓക്കെ ആണ്, എനിക്കും ഒരാളെ സംസാരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്ന സാക്കിക്കാണെങ്കിൽ വയറ്റിൽ നിന്ന് എന്തോ ഒരു ഗുളുഗുളു. അവൾ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് വാഷ്റൂമിലേക്ക് ചെന്ന് നോക്കുന്ന നേരം അവിടെ എല്ലാ ആളുകൾ കയറിയിരിക്കുക. അവസാനം കണ്ട ഡോറിന് കൂടെ മുട്ടിയിട്ട് നിങ്ങൾ എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുന്ന നേരം അകത്തിന്ന് പറയും, ഇതൊരു 7 മണിക്കൂറൊക്കെ എടുക്കും. അവൾ ഏത് ഡോറിനാ മുട്ടിയെന്ന് വെച്ചാൽ കോക്പിറ്റിന്റെ ഡോറിനാണ്. അപ്പോഴവിടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പർ പറഞ്ഞെടുക്കും, എക്കണോമിയിലും വാഷ്റൂം ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന്. എന്നാൽ അവിടെ ഹീറോ ആണെങ്കിൽ ആ അപ്പാപ്പനോട് പൊരിഞ്ഞ സംസാരത്തിലാ. അപ്പാപ്പൻ സംസാരിക്കാൻ ഒരാളെ വേണ്ടിയില്ലായിരുന്നു എന്ന് വിചാരിച്ചു പോകും. എന്നാൽ ഈ നേരത്താണ് ഭാര്യ അങ്ങോട്ട് വന്ന് പറയാ, നിങ്ങൾ മകളെ ഒന്ന് നോക്കണേ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയി വരണം. അങ്ങനെ അവൾ ടോയ്ലറ്റിലേക്ക് ചെല്ലും. എന്നാൽ സാക്കി ആ വാഷ്റൂമിന്റെ അടുത്ത് എത്തുന്ന നേരം ആ ഏജന്റിനെ പിടിക്കാൻ വന്ന ടീമാണ് അവിടെ എല്ലാം നിൽക്കുന്നത്. അവൾ വിചാരിക്കും, എന്താ ഇതിപ്പോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് മുട്ടിയോ? എന്നാൽ അവരാരും വാഷ്റൂമിലേക്ക് അല്ലാന്ന് മനസ്സിലാവുന്ന നേരം അവൾ അങ്ങോട്ട് ചെല്ലും, വാഷ്റൂമിലേക്ക് ചെല്ലും. ഇവിടെ ടീം ലീഡർ തലയുടെ അടുത്ത് ചെന്ന് പറയും, എക്കണോമിയിൽ മുഴുവനും അവളെ തെരഞ്ഞു, എന്നാൽ അവിടെ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇനി ബിസിനസ് ക്ലാസ് കൂടിയാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇത് കേൾക്കുന്ന തല പറയും, ഇനി കൂടുതൽ തിരയാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട, നമുക്കിപ്പോൾ തന്നെ പണി തുടങ്ങാമെന്ന്. അങ്ങനെ മെസ്സേജിൽ എല്ലാവർക്കും മെസ്സേജ് അയക്കും, പണി തുടങ്ങിക്കോന്ന്. ചട്ടുമുടിയൻ മെസ്സേജ് വെക്കുന്ന നേരം അതും ചൈനീസിലാണ് വന്നിരിക്കുന്നത്. അവന് ചൈനീസ് അറിയില്ലല്ലോ. അവൻ പറയും, ഈ പുല്ലന്മാരിത് മിഷന്റെ കാര്യവും ചൈനീസിലാണോ മെസ്സേജ് അയക്കുന്നത്? എന്നാൽ തൊട്ട് പിന്നിൽ നിൽക്കുന്ന സ്റ്റാഫ് അത് കേട്ടു. എന്നാൽ ഈ സമയമായപ്പോഴേക്ക് വിമാനം ആകെ കൂടെ അപകടം പിടിച്ചൊരു മേഖലയിൽ കൂടെയാണ് പോകുന്നത്. സ്റ്റാഫ് ആണെങ്കിൽ ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനോട് പറയും, ഈ വിമാനത്തിൽ എന്തോ ഒരു മിഷൻ നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ അതിലൊരുത്തം പറയുന്നത് കേട്ടു. എന്നാൽ അവനൊരു കോട്ടിട്ട മണ്ടനായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊന്നും അത് അത്ര പെട്ടെന്നങ്ങ് വിശ്വസിക്കില്ല. നീ എന്തൊക്കെയാണോ സംസാരിക്കുന്നത്? നിന്നെ ഞാൻ ഇപ്പം തന്നെ എക്കണോമിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മിണ്ടാതെ ഇവിടെ നിൽക്ക്. ഇവിടെ തല ഇപ്പോഴാണ് മിഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. എന്നാൽ വിമാനം അപകട മേഖലയിൽ കൂടെ പോകുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പറഞ്ഞാണ്. എന്നാൽ തല ഇറങ്ങി വരുന്ന കാണുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറയും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവിടെ ഇരിക്കുക. എന്നാൽ അതൊന്നും നോക്കാതെ അവളെ തട്ടി മാറ്റും. തൊട്ട് പിന്നെ നടന്നു വരുന്ന സ്റ്റാഫിന്റെ കഴുത്തിനിട്ട് ഒരൊറ്റ അടിയാണ്. അവനും ബോധം പോയി താഴെ വീണു. തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും കത്തിയും ഗണ്ണും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്ന് എല്ലാവരെയും പിടിച്ചു നിർത്തും. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഈ വിമാനം ഹൈജാക്ക് ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടെ വിമാനത്തിരിക്കുന്ന എല്ലാവരെയും കൂടെ പിടിച്ച് വിമാനത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈ സമയത്തൊന്നും ബിസിനസ് ക്ലാസ്സിൽ അവർ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ എക്കണോമിയിലുള്ള ആളുകളെ എല്ലാവരെയുമാണ് ഒരു മൂലയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവിടെ ഇമാതിരി പ്രശ്നങ്ങൾ നടക്കുന്ന കാര്യം വാഷ്റൂമിലേക്ക് പോയ സാക്കി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. തല അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൂ മെമ്പറെ പിടിച്ച് അവളുടെ കഴുത്തിനും കത്തി വെച്ച് കോക്പിറ്റിന്റെ ഡോറിന് മുന്നിൽ വന്ന് നിൽക്കും. ഡോർ ഇപ്പം തന്നെ തുറന്നില്ല, ഇവളെ കൊന്നു കളയുമെന്ന് പറയുന്ന നേരം പൈലറ്റിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്പം തന്നെ ഡോർ തുറക്കും. ശരിക്കും പൈലറ്റ് ഒരു കാരണം കൊണ്ടും കോക്പിറ്റിന്റെ ഡോർ തുറക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ തുറന്നോണ്ട് തന്നെ അവൻ അകത്തേ കയറി വന്നു. തലയിൽ ഗണ്ണ് വെച്ചോണ്ട് വിമാനത്തിന്റെ റൂട്ട് മാറ്റാനായി പറയും. ഇതേ സമയം ചട്ടിമുടിയനാണെങ്കിൽ എല്ലാ റൂമുകളും ചെക്ക് ചെയ്ത് അവസാനം ഒരു റൂമിലേക്ക് ചെന്ന് കയറും. എന്നാൽ അവൻ കയറിയതും ആ റൂമിന്റെ ഡോർ അടഞ്ഞു പോകും. അവന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാന്ന് അവിടെ ഒന്നും കാണാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞാൽ തലയും ടീമും കൂടെ നേരെ ബിസിനസ് ക്ലാസ്സിലേക്ക് കയറി വരും. എന്നാൽ അവിടെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. അങ്ങേര് പറയും, നിങ്ങൾ എന്തിനാണോ ഈ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? എന്നാൽ അപ്പോഴാണ് തലക്ക് മനസ്സിലാവുന്നത് അങ്ങേര് ഒരു രാഷ്ട്രീയക്കാരനാണെന്ന്. അവൻ പറയും, നിന്നെപ്പോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടാത്ത ഓരോ ചവറുകളെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് നിന്നെ ഒന്നും ആവശ്യമില്ലടോ. അത് കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിൽ തന്നെ ഒരമ്മയും മരുമോളും ഇരിക്കുന്നുണ്ട്. ഈ മരുമോൾക്കാണെങ്കിൽ അമ്മയുടെ വെല്ലുവിമത്തരങ്ങളെല്ലാം കേട്ട് അവിടെ ഇരിക്കാനും പറ്റില്ല. അവര് പറയുന്നത് എക്കണോമിയിലെ മനുഷ്യന്മാരെല്ലാവരും തെണ്ടികളാ, അവർ ഇമാതിരി തെണ്ടികളായതുകൊണ്ടാണ് നീ അവിടെ നിന്നെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവർക്കറിയില്ലല്ലോ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന്. തല വന്ന് അവളെ പിടിച്ച് എക്കണോമിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന നേരം അവൾ പറയും, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്നാൽ അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന നേരം മരുമോൾ ആർത്ത് വിളിച്ച് പറയും, അവരെ കൊണ്ടുപോയല്ലേ, അവരെന്റെ അമ്മയെപ്പോലെയാണേ. അവളാണെങ്കിൽ ഗർഭിണിയാണ്. എന്നാൽ അവരെ കൊണ്ടുപോയി കഴിയുന്ന നേരം അവൾ കണ്ണീരെല്ലാം തുടച്ച് അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ജെന്റിൽമാൻ ഇല്ലായിരുന്നോ, അങ്ങേരുടെ ജോലി ആവശ്യത്തിനായിട്ട് വിമാനത്തിൽ എങ്ങോട്ടോ പോകുന്ന അങ്ങേരാണെങ്കിൽ ഉറക്കുകുളിയെല്ലാം കുടിച്ച് ബോധം പോയതുകൊണ്ട് തന്നെ ഇതുവരെ നടന്ന സംഭവങ്ങളൊന്നും ഒരു തരി പോലും അറിഞ്ഞിട്ടില്ല. അങ്ങേരെ പിടിച്ച് അടുത്ത റൂമിലേക്ക് അവരെ കൊണ്ടിടുന്ന നേരം അവനാണെങ്കിൽ താഴെ വീണ് അങ്ങനെ ചിരിച്ചു കിടക്കും. എന്നാൽ ഈ സമയമായപ്പോഴേക്ക് താഴെ ഉണ്ടായിരുന്ന അധികൃതര് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി. അവരിനി എങ്ങനെയാണ് വിമാനം താഴെ ഇറക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനാദ്യം തന്നെ വിമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിനായിട്ട് സാധ്യതയുള്ള ആളുകൾ എല്ലാവരും ആരാണെന്ന് അവർ ചെക്ക് ചെയ്യും. ഈ സമയമായപ്പോഴേക്ക് ബിസിനസ് ക്ലാസ്സിലുള്ള എല്ലാവരെയും അവർ എക്കണോമിയിൽ എത്തിച്ചു. എന്നാൽ അവിടെ ഇരിക്കുന്ന ഹീറോ, മകളുടെ കൂടെ ഇരിക്കുന്ന ഹീറോക്ക് ഭാര്യ എവിടെ പോയെന്ന് ആകെ കൂടി ഒരു സംശയം. ചുറ്റിലും എവിടെ നോക്കിയിട്ട് അവളെ കാണുന്നില്ല. ആകെ കൂടെ ടെൻഷനായിട്ട് തൊട്ടടുത്തിരിക്കുന്ന അപ്പാപ്പനോട് ചോദിക്കും, നിങ്ങൾ എന്റെ ഭാര്യയെ കണ്ടിരുന്നോന്ന്. എന്നാൽ അങ്ങേര് പറയും, ഞാൻ അവളെ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. എന്നാൽ തലയാണെങ്കിൽ ആളുകളുടെ ഇടയിൽ തപ്പി തെരഞ്ഞു നോക്കുന്ന നേരം അവിടെ നിൽക്കുന്ന ഏജന്റിനെ കാണും. അവളാണെങ്കിൽ തലയിൽ ഹുഡിയും തൊപ്പിയും എല്ലായിട്ട് അങ്ങനെ നിൽക്കുകയാണല്ലോ, മാസ്ക് കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവൾ ആർക്കും മനസ്സിലാവില്ല. അവളെ ആദ്യം ചെന്ന് പിടിക്കാൻ നോക്കുന്ന നേരം അവൾ
രക്ഷപ്പെടാനായി ശ്രമിക്കും. എന്നാൽ ഈ വിമാനത്തിൽ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന നേരം അവൾ കീഴടങ്ങും. തലയാണെങ്കിൽ അവളുടെ തലയിൽ ഗണ്ണും വെച്ചു. താഴെ നിന്ന് അധികൃതർ വിമാനത്തിൽ സംശയാസ്പദമായിട്ട് ഒരാളെ ചെക്ക് ചെയ്യുന്ന നേരം അതിൽ ആ ഏജന്റിനെയാണ് കാണുക. അവളെയാണ് ആകെ കൂടെ സംശയാസ്പദമായിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അങ്ങനെ അവളുടെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി എല്ലാം അവർ ചകഞ്ഞെടുക്കും. അവൾ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏജന്റ് ആയിരുന്നു. എന്നാൽ അവിടെ വെച്ചും എന്തോ ഒരു പ്രശ്നത്തിന്റെ കാരണം കൂറുമാറി അവൾ ചൈനയിലേക്ക് പറന്നു. പിന്നെ അവിടെ വെച്ചാണ് അവൾ സൗത്ത് കൊറിയയിലെത്തുന്നത്. പിന്നെ ഒരു 10 വർഷം അവൾ എവിടേക്കാണ് പോയതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ ഒരു പൊടി പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ വിമാനത്തിലാണെങ്കിൽ സൗത്ത് കൊറിയയുടെ ഒരു ഏജന്റ് ഉണ്ട്. അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാം സോൾവ് ചെയ്യാന്ന് അവർ വിചാരിക്കെങ്കിലും അവനെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല, കണക്ട് ആവുന്നില്ല. ഇതേ സമയമാണ് വിമാനത്തിലെ തല ആ ഏജന്റിന്റെ മുഖം മൂടി മാറ്റി നോക്കുന്നത്. എന്നാൽ അത് മാറ്റി നോക്കുന്ന നേരം അവരുദ്ദേശിച്ച ഏജന്റ് അല്ല അത് ശരിക്കും സൗത്ത് കൊറിയയിലെ ഒരു സിനിമ ആക്ട്രസ് ആണ്. അവള് ശരിക്കും ഈ വിമാനത്തിൽ പോകുന്ന നേരം ആളുകളൊന്നും മനസ്സിലാവാതിരിക്കാനാണ് മുഖം മൂടിയും തൊപ്പിയും മാസ്കും എല്ലാം വെച്ചിരുന്നത്. തലക്കും ടീമിനും അന്വേഷിച്ചു വന്നയാൾ ഇപ്പോഴാണ് മാറിപ്പോയി എന്ന് മനസ്സിലാവുക. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അവളുടെ കൂടെ സെൽഫി എല്ലാം എടുക്കാലോ. എന്നാൽ അതിന്റെ ഇടയിൽ തലയുടെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ തന്നെ അവളുടെ കൂടെ സെൽഫി എടുക്കാനായി നിൽക്കുന്ന നേരം തലയാണെങ്കിൽ അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഒന്ന് കൊടുക്കും. ഇതൊന്നും അറിയാതെ വാഷ്റൂമിൽ സാക്കിയിരിക്കുന്നുണ്ടല്ലോ. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചില്ലറകൾ താഴേക്ക് വീഴുക. അതിന്റെ ശബ്ദം കേൾക്കുന്ന നേരം ആ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ വാഷ്റൂമിന് വന്ന് ഡോറിന് മുട്ടും. അവളാണെങ്കിൽ പറയും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ. എന്നാൽ അവൻ പിന്നെയും മുട്ടുന്ന നേരം അവൾ ഡോർ തുറക്കും. അവനാണെങ്കിൽ അവളെ പിടിച്ചു കൊണ്ടുപോകാനായി കൈ വെക്കുമ്പോഴേക്ക് അവൾ അതിനെല്ലാം മറുത്ത് ചെയ്യാൻ തുടങ്ങും. അവൾ ആളിത്തിരി പെശകാന്ന് മനസ്സിലാകുന്ന നേരം അവൻ പിടിച്ചടിക്കാൻ നോക്കും. എന്നാൽ അവൾ അതിലും പെരുത്ത് ഇടി അവനെ പിടിച്ചടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി കൂട്ടും. ഈ സമയം താഴെ നിൽക്കുന്നവർക്ക് ആ ഏജന്റിന്റെ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ കിട്ടും. എന്നാൽ ഈ ഫോട്ടോ മാച്ച് ചെയ്യാനായി വിമാനത്തിൽ കയറിയ ആളുകളുടെ ഫോട്ടോയെല്ലാം വെച്ച് നോക്കുന്ന നേരം അതിൽ നമ്മുടെ സാക്കിയുടെ ഫോട്ടോയാണ് മാച്ച് ആവുന്നത്. ചുരുക്കി പറഞ്ഞ 10 വർഷം മുന്നേ നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട് സൗത്ത് കൊറിയയിലേക്ക് വന്ന ആ ഏജന്റ് സാക്കിയാണ്. അവൾ ഇത്രയും കാലം അവളുടെ ഐഡന്റിറ്റി എല്ലാം മറച്ചു വെച്ച് ഹീറോയെ കല്യാണം കഴിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ തലക്കറിയാം സാക്കി ഈ വിമാനത്തിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇതേ സമയം സാക്കിയാണെങ്കിൽ അവനെ ഇടിച്ചിട്ടതിൽ ആകെ കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്നാൽ ഈ സമയമാണ് വിമാനത്തിൽ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. മഗ്നോലിയ, നീ ശബ്ദം ഓർക്കുന്നുണ്ടോ? ഇത് ഞാനാ ചാങ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക സാക്കിയുടെ ശരിക്കുള്ള പേര് മഗ്നോലിയ എന്നാണ്. അവൾ സാക്കി എന്ന പേരിലാണ് നോർത്ത് കൊറിയയിൽ നിന്നും സൗത്ത് കൊറിയയിൽ വന്ന് ജീവിക്കുന്നത്. അവളെ പിടിക്കാൻ വന്നിരിക്കുന്ന തലയുടെ പേരാണ് ചാങ്. അവൻ എന്തായാലും അവളെ പിടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഹീറോ ആണെങ്കിൽ ഇത്ര നേരമായിട്ടും ഭാര്യയെ കാണാഞ്ഞിട്ട് ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇനി അവളെ എങ്ങാനും അവർ കൊന്നു കാണുമോ? ആകെ കൂടെ ടെൻഷൻ അടിക്കുന്ന നേരം മകളോട് നീ ഇവിടെ സേഫ് ആയിരിക്കും, ഞാൻ അമ്മയെ പോയി കണ്ടുപിടിച്ച് വരാമെന്നും പറഞ്ഞ് അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ആ പ്രാന്തന്മാരുടെ കണ്ണ് വെട്ടിച്ചു പോകാനാണെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. അങ്ങനെ കിട്ടിയ ഗ്യാപ്പ് നോക്കി ചാടി അവസാനം ബിസിനസ് ക്ലാസിന്റെ ഭാഗത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ്. പിന്നെ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ സേഫാ. എന്നാൽ ബിസിനസ് ക്ലാസ്സിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ആരും ഇല്ലാന്ന് മനസ്സിലാവുക. എന്നാൽ ഹീറോയുടെ ലാപ്ടോപ്പ് മാത്രം അവിടെ താഴെ കിടക്കുന്നുണ്ട്. അതും എടുത്തോണ്ട് വിമാനത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അവിടെ നിന്ന് കോക്പിറ്റിന് നേരെ താഴത്തായിട്ടുള്ള ഭാഗത്തേക്കാണ് ഹീറോ ചെല്ലുക. അവിടെയാണ് വിമാനത്തിന്റെ എല്ലാ മെയിൻ വയറുകളും ചെന്നെത്തുന്ന സ്ഥലം. മേലെ ഒരുത്തൻ വിമാനത്തിലെ സ്റ്റാഫിനെ ആയിട്ട് ക്രൂ മെമ്പേഴ്സ് എല്ലാം ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തും. അവിടെ വെച്ച് വന്നിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ചോദിക്കുന്ന നേരം അവൻ ആദ്യം കൊടുക്കില്ല. അവൻ പറയും പാസഞ്ചേഴ്സിന്റെ പ്രൈവസിയാണ്, അതൊരിക്കലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ മറ്റവൻ മിരട്ടുന്ന നേരം അവൻ വേറെ വഴിയൊന്നും ഇല്ലാതെ അത് തെരഞ്ഞോണ്ട് നിൽക്കും. എന്നാൽ അപ്പോഴാണ് മേലെ എന്തോന്നിരിക്കുന്ന പോലെ അവന് തോന്നുക. അവൻ മേലേക്ക് നോക്കുന്ന നേരം അവൻ എന്തോന്ന് കണ്ട് ഞെട്ടി. ശരിക്കും അവിടെ സാക്കി ഓന്തിനെ പോലെ പിടിച്ചോട്ടി നിൽക്കുകയാണ്. എന്നാൽ വന്നിരിക്കുന്നവന് മേലെ സാക്കി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ സ്റ്റാഫ് മണ്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മേലേക്ക് നോക്കുന്ന നേരം സാക്കി അവനോട് കണ്ണു മാറ്റെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ വന്നിരിക്കുന്നവൻ എന്തോ ഒരു സംശയം തോന്നി. നീ എന്താവിടെ എപ്പോഴെപ്പോഴും മേലേക്ക് നോക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് സാക്കി ചാടി വന്ന് അവനെ അടിച്ച് താഴെയിടും. വിമാനത്തിൽ എത്ര പേരാണ് ഹൈജാക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് അവനോട് ചോദിക്കുന്ന നേരം അവൻ പറയും ഒരു 6, 7, 8, 9, 10, 11 എത്ര പേരുണ്ട് എനിക്കറിയില്ല എന്ന് പറയും. താഴെ ഹീറോ ആണെങ്കിൽ ലാപ്ടോപ്പ് അവിടെയെല്ലാം കണക്ട് ചെയ്ത് വിമാനം ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതുപോലെ വിമാനം ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ശരിക്കും വിമാനം ഇതുപോലെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഹീറോ ഇങ്ങനെ താഴെ ഇതുപോലെയുള്ള പണിയെല്ലാം എടുക്കുന്ന നേരം മേലെ സാക്കി ക്രൂ മെമ്പേഴ്സിന്റെ ഡ്രസ്സ് എടുത്ത് ധരിക്കും. എന്നിട്ട് വില്ലന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരം സ്റ്റാഫ് പറയും എനിക്ക് നിങ്ങളുടെ കൂടെ വരണം, നിങ്ങളുടെ കൂടെ എനിക്ക് വിമാനം രക്ഷിക്കാനായിട്ട് നിൽക്കണം. ഈ വിമാനത്തിന്റെ മുക്കും മൂലയും എല്ലാം എനിക്കറിയാം. ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് കുറച്ച് ആയുധങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയുന്ന നേരം സാക്കി അവനോട് പറയും ഇനിയിപ്പം നിന്റെ മുന്നിൽ ആരെങ്കിലും കണ്ടാൽ കൈ ഇതുപോലെ വെച്ച് കഴുത്തിനിട്ട് ഒരു ഒറ്റ ഇടി, അവന്റെ ബോധം അപ്പം തന്നെ പോയിക്കോളും. അങ്ങനെ സാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രേയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന നേരം ബിസിനസ് ക്ലാസ്സിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ ചോദിക്കും നീ ഇപ്പം എവിടെ നിന്നാടി ഇറങ്ങി വന്നേ? നിന്നെ ഇത്രയും നേരം ഞങ്ങൾ കണ്ടില്ലല്ലോ. എന്നാൽ ആ ട്രേ പിടിച്ചു വെക്കുന്ന നേരം സാക്കി ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവൾ അപ്പുറത്ത് നിന്നും ട്രേ പിടിച്ചു വെക്കും. അവൻ പെട്ടെന്ന് ഗണ്ണെടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോഴേക്ക് സാക്കി ആ ഗണ്ണ് മുഴുവൻ ഊരിക്കഴിഞ്ഞു. എന്നിട്ട് അവനെ വലിച്ച് താഴെയിട്ട് പെരുത്ത് ഇടിയാണ്. പിന്നെ അവനാണെങ്കിൽ അവളുടെ മുന്നിൽ കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല. അവസാനം താഴെ ഉണ്ടായിരുന്ന ഒരു കേൻ അവൾ ഒരൊറ്റ അടിയാണ്. അത് അവന്റെ കേന്ദ്രത്തിൽ പോയി ചെന്ന് തട്ടുന്നേരം അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒരു കേന് കൂടി എടുത്ത് അവന്റെ തലമണ്ടക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. താഴെ ഹീറോ വിമാനം മുഴുവനായും ഹാക്ക് ചെയ്ത് വിമാനത്തിൽ കയറിയിരിക്കുന്ന പാസഞ്ചേഴ്സിനെ എല്ലാവരെയും ചെക്ക് ചെയ്യുന്ന നേരം മനസ്സിലാകും വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് നോർത്ത് കൊറിയയാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് ഇന്റലിജൻസ് വിങ്ങിലേക്ക്
ഫോണിലേക്ക് ഹീറോ മെസ്സേജ് ചെയ്യും വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് നോർത്ത് കൊറിയയാണെന്ന്. എന്നാൽ തൊട്ടു പിന്നിൽ വിമാനത്തിൽ വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം തെരഞ്ഞു വരുന്ന സ്റ്റാഫ് കാണുന്ന ഹീറോ വിമാനത്തിൽ ഇരുന്ന് എന്തോ ഒരു പണിയെടുക്കുന്നതാണ്. അവനറിയില്ലല്ലോ ഹീറോ ആരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നീന്ന് കഴുത്തിന് ഇടിക്കാൻ പോകുന്ന നേരം ഹീറോ സിമ്പിളായിട്ട് അവനെ തടഞ്ഞ് താഴെയിടും. എന്നാൽ അപ്പോഴാണ് അവൻ സ്ക്രീനിലേക്ക് നോക്കുക. അവൻ അപ്പോഴാണ് മനസ്സിലാവുക ഹീറോ ഒരു സാധാരണക്കാരനല്ല, ആളൊരു NIS ആണ്, നാഷണൽ ഇന്റലിജൻസ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. മേലെ സാക്കി നേരെ എക്കണോമിയിലേക്ക് ചെല്ലുന്ന നേരം അവിടെ ഉണ്ടായിരുന്നവന് മനസ്സിലായി ഇതാണ് ഏജന്റ് എന്നുള്ള കാര്യം. അവൾ അവന് ഇടിക്കാൻ നിൽക്കുന്നേരാണ് മകൾ സാക്കിയെ നോക്കി നിൽക്കുന്നത് കാണുക. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്ക് എടുത്ത് മുഖത്തിടും. മകൾ ഇതൊന്നും കാണണ്ടെന്നാണ് അവൾ വിചാരിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റൈലും ഫൈറ്റാണ് നടക്കുന്നത്. സാക്കിയുടെ മെയിൻ കിക്കാണെങ്കിൽ കഴുത്തിനിട്ട് ഇടിക്കുന്നതാണ്. അത് കിട്ടിയാൽ പിന്നെ എതിരാളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ആകെ കൂടെ തളർന്നു പോകും. അങ്ങനെ അവനെ ഇടിച്ചിടിച്ച് അവനെ പത്തിരിയാക്കി താഴെയിട്ട് അവൾ തിരിച്ചു പോകുന്ന നേരം മകൾക്ക് മനസ്സിലായിട്ടില്ല അമ്മയാണ് ഈ പണിയെല്ലാം കാണിച്ചു പോയിരിക്കുന്നതെന്ന്. അവൾ തൊട്ടു പിന്നീന്ന് പറയും എന്തൊരു ആക്ഷൻ ആ ലേഡി കാണിക്കുന്നത്. താഴെ ഹീറോ ആണെങ്കിൽ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് നോർത്ത് കൊറിയക്കാരാണെന്ന് താഴേക്ക് മെസ്സേജ് അയക്കുന്ന നേരം താഴെ നിന്ന് തിരിച്ചൊരു മെസ്സേജ് വരും. NIS ഏജന്റിൽ നിന്ന് വിരമിച്ചയാൾ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാന്നാണ് മെസ്സേജ് വരുന്നത്. എന്നാൽ ഇത് ഹീറോക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇത് കാണുന്ന സ്റ്റാഫ് പറയും വിമാനത്തിൽ നമ്മളെ സഹായിക്കാനായി ഒരാൾ കൂടിയുണ്ട്, നമ്മൾ രണ്ടാൾ മാത്രമല്ല 3 പേരുണ്ട് നമ്മൾ. എന്നിട്ട് അവൻ അവന്റെ ഫോൺ വഴി സാക്കിയെ കണക്ട് ചെയ്യും. സാക്കിക്ക് അവൻ നേരത്തെ ഒരു വാച്ച് കൊടുത്തിരുന്നു, ആ വാച്ചിലൂടെയാണ് അവളിപ്പോൾ സംസാരിക്കുക. ഹീറോ പറയും നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചാടിക്കയറി പോയിട്ട് കാര്യമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ അവൾ പറയും ഹേയ് മിസ്റ്റർ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നോട് നല്ല മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഈ പരിപാടിക്ക് ഇന്നോ ഇന്നലെ ഇറങ്ങിയ ആളൊന്നുമല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഇത് ആരൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൽ സംസാരിക്കുന്ന നേരം മറ്റൊരു ശബ്ദത്തിലാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കുക. എന്നാൽ ഈ സംസാരിക്കുന്ന ആൾ ആരാന്ന് കണ്ടുപിടിക്കാൻ ഹീറോ വിമാനത്തിലെ ക്യാമറകൾ മുഴുവനും ഹാക്ക് ചെയ്ത് അതാരാന്ന് കണ്ടുപിടിക്കും. പക്ഷെ അവൾ മുഖത്തൊരു മാസ്ക് വെച്ചതുകൊണ്ട് തന്നെ അത് സാക്കിയാണെന്ന് ഹീറോക്ക് മനസ്സിലാവില്ല. കൂടെ തന്നെ ഹീറോ വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്താലും വിമാനം അവരുടെ കൺട്രോളിൽ വരില്ല. ഇതെന്താന്ന് മനസ്സിലാവാത്ത തല അവിടെ ഉണ്ടായിരുന്ന ക്യാമറ മുഴുവനും ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം കോക്പിറ്റിന്റെ നേരെ താഴത്തായിട്ട് ഹീറോ ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുന്ന കാണും. എന്നാൽ മുഖം കാണുന്നില്ല, ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. സ്റ്റാഫാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എയർവെന്റിൽ കൂടെ കയറി നിരങ്ങി അവസാനം ആയുധങ്ങളെല്ലാം വെച്ച റൂമിലേക്ക് ചാടി ഇറങ്ങും. ആ റൂം ഏതാന്ന് വെച്ചാൽ ആദ്യം തന്നെ ചട്ടിമുടിയൻ കുടുങ്ങിപ്പോയ റൂമിലായിരുന്നോ ആ റൂമാണ്. അവൻ ആയുധങ്ങളെല്ലാം എടുത്ത് കഴിയുമ്പോഴാണ് ചട്ടിത്തലയൻ അവിടെ കിടന്നുറങ്ങുന്ന കാണുക. അവൻ ഇതുവരെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. സാക്കിയാണെങ്കിൽ അടുത്തവനെ തെരഞ്ഞിറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ലീഡർ വന്ന് അവളുടെ കൊല്ലിക്ക് പിടിക്കുക, കഴുത്തിന് ഇറുക്കി പിടിക്കും. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കയ്യിൽ കിട്ടിയൊരു ജഗ് എടുത്ത് അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്ത് പിന്നെ പൊരിഞ്ഞ ഫൈറ്റാണ്. എന്നാൽ അവൻ കയ്യിൽ കിട്ടിയൊരു കത്തി എടുത്ത് അവളെ കുത്താൻ നോക്കുമ്പോഴേക്ക് അവൾ അവിടെ ഉണ്ടായിരുന്ന തുണിയെടുത്ത് അവന്റെ കഴുത്തിൽ കുരുക്കും. ഇവനെ ഇങ്ങനെ വെച്ചങ്ങ് കൊന്നുകളയാന്ന് വിചാരിക്കുന്ന നേരം അവൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആ തുണി മുറിച്ചു കളയും. ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ സാക്കി എയർ ഹോസ്റ്റേഴ്സിന്റെ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് തന്നെ കാലുകൊണ്ട് അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അതിന്റെ സൈഡിൽ ഒരു കീറലിട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ സുഖമായിട്ട് കാലുകൊണ്ട് ഫൈറ്റ് ചെയ്യാം. അവൻ അടിച്ചു തൂക്കി താഴെയിടും. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് തല കെട്ടിയവനായിട്ട് വരുന്നത്. കെട്ടിയവനെ കാണുമ്പോഴേക്ക് സാക്കി മറിഞ്ഞു കളയും, തിരിഞ്ഞു കളയും. എന്നാൽ കെട്ടിയവൻ ചോദിക്കും സാക്കിയെ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ എന്താ ഇങ്ങനെ വേഷമെല്ലാം മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് തല അവനെ ചവിട്ടി തെറിപ്പിക്കും. സാക്കിയോട് പറയും നിനക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നോ ഇവനൊരു NIS ഏജന്റ് ആണ്. അത് കേൾക്കുന്ന നേരം സാക്കിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുക അവനൊരു NIS ഏജന്റ് ആണെന്നുള്ള കാര്യം. കൂടെ തന്നെ കെട്ടിയവനെ കത്തി എറിഞ്ഞ് കൊല്ലാൻ നോക്കുമ്പോഴേക്ക് സാക്കി ചാടി ചെന്നത് പിടിക്കും. എന്നാലും കാര്യമൊന്നുമില്ല, തല രണ്ടുപേരെയും കെട്ടിയിട്ട് അവിടുന്ന് കൊണ്ടുപോകും. എന്നാൽ എക്കണോമിയുടെ മുന്നിൽ കൂടെയാണ് അവരെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവരെ കാണുന്ന മകള് അച്ഛാ അമ്മയെന്ന് വിളിക്കുന്ന നേരം അവർ കണ്ണുകൊണ്ടൊന്നും മിണ്ടല്ലേ, അറിയാത്ത പോലെ ഇരിക്കുമെന്ന് കാണിക്കും. അങ്ങനെ അവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് ആ റൂമിൽ നിന്ന് ആയുധങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വരുന്ന സ്റ്റാഫ് എയർ വെന്റിൽ കൂടെ കാണും, AC വെന്റിൽ കൂടെ താഴേക്ക് കാണും. ഇത് കാണുന്നവൻ ദൈവമേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇനി തിരിച്ച റൂമിൽ തന്നെ പോയിട്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിച്ച് അവൻ തിരിച്ചാ സീക്രട്ട് റൂമിലേക്ക് തന്നെ ആയുധങ്ങൾ വെച്ച റൂമിലേക്ക് തന്നെ തിരിക്കും. എന്നാൽ അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകുന്ന കാണുന്ന മകൾ കരയുന്ന നേരം തൊട്ടടുത്തിരുന്ന അപ്പാപ്പൻ കയ്യിൽ വെച്ചിരുന്ന പാവയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. നീ കരയില്ല മോളെ എന്ന് പറയും. എന്നാൽ ഇതാണെങ്കിൽ തല കണ്ടു. തല ചോദിക്കും മോളെ നീ എന്തിനാ കരയുന്നത്. മോള് പറയും ഞാനതിന് കരയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കും. അവൾക്ക് വേറൊരു വഴിയില്ലാതാവുന്ന നേരം തൊട്ട് പിന്നെ തന്നെ ആ സെലിബ്രിറ്റി പെണ്ണാണ് ഇരിക്കുന്നത്. അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയും. ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടും. ഇവൾക്കൊരു മോളുണ്ടായിരുന്നോ. എന്നാൽ അവള് പറയും ഇതെന്റെ കൊച്ചൊന്നുമല്ല, എന്താടി കൊച്ച നീ എങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. മോൾ അപ്പോഴേക്ക് അവരുടെ തോളിലേക്ക് ചാടിക്കിടന്ന് പറയും നിങ്ങൾ എൻ്റെ അമ്മയാന്ന് പറയും, എന്നെ ഒന്ന് സഹായിക്കേ. അത് കേൾക്കുന്ന നേരം സെലിബ്രിറ്റി പറയും ഇതെന്റെ മോള് തന്നെയാ, നിങ്ങൾ അഥവാ പിടിച്ചു കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയെല്ലാം സംസാരിച്ചത്. ഇവിടെ ഹീറോയെയും സാക്കിയെയും കൂടെ കൊണ്ടു ചെന്നിട്ട റൂം ഏതാന്ന് വെച്ചാൽ ആ ആയുധങ്ങളെല്ലാം വെച്ചിരുന്ന സീക്രട്ട് റൂമാണ്. അവിടെ വെച്ച് സാക്കി ഹീറോയോട് ചോദിക്കും നിങ്ങളൊരു NIS ഏജന്റ് ആണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമായിരുന്നോ. എന്നാൽ ഹീറോക്ക് അവൾ ആരാണ്, അവൾ എവിടെ നിന്നാണ് വരുന്നത് അതിനെക്കുറിച്ച് എല്ലാം അറിയാം. പണ്ട് ഹീറോ ഇവള് സൗത്ത് കൊറിയയിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കി ഇവളെ പിടിക്കാനായിട്ടുള്ള മിഷന്റെ ഭാഗമായി ഒരു തെരുവിൽ വന്ന് ഇരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവനൊരു പിച്ചെടുക്കുന്ന ആളാണെന്ന് വിചാരിച്ച് അവനെ ആകെ കൂടെ അടിക്കാൻ വന്നേരം അവളാണ് ഓടി വന്ന് രക്ഷിച്ചേ. കൂടെ തന്നെ അവൾ ഹീറോക്ക് കഴിക്കാനായി ഒരു പിരിയപ്പം കൂടെ കയ്യിലേക്ക് വെച്ചെടുക്കും. എന്നാൽ അപ്പം മുതൽ ഹീറോക്ക് അവളോട് നല്ല പ്രണയം തോന്നി. അങ്ങനെയാണ് ഹീറോയുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവളെ കല്യാണം കഴിക്കുന്നു, ഒരു കുട്ടിയായതുമെല്ലാം. എന്നാൽ ഇതെല്ലാം സംസാരിക്കുന്ന നേരം ഇതെല്ലാം കേൾക്കുന്ന ഭാര്യക്കും കരച്ചിൽ വരും.
വരും. എന്നാൽ അവര് രണ്ടുപേരെയും കൂടാതെ മറ്റൊരുത്തൻ എവിടെ നിന്നോ കരയുന്ന ശബ്ദം കേൾക്കും. നോക്കുന്നേരം അവിടെ കെട്ടിവെച്ചിരുന്ന ഒരുത്തൻ ഇവരുടെ പ്രണയ കഥ കേട്ട് കരയുക. അവനാരാന്ന് വെച്ചാ സാക്കി ആദ്യം തന്നെ മേലേന്ന് താഴേക്ക് ചാടി വന്ന് അടിച്ചിട്ടവനില്ലായിരുന്നോ, അവനാണ്. അവൻ ഇവിടെയാണ് അവൾ കൊണ്ട് കെട്ടിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് നമുക്ക് തലയുടെ ടീമിലുണ്ടായിരുന്ന ലീഡറിലായിരുന്നോ അവന്റെ യഥാർത്ഥ പ്ലാൻ എന്താന്ന് മനസ്സിലാവുന്നത്. അവൻ കൂടെ തന്നെ അവരുടെ ടീമിലല്ലാതെ കുറച്ചാളുകളെ അവന്റെ ആളുകളെയായിട്ട് ഈ വിമാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരെ എല്ലാവരെയും കളത്തിലിറക്കി നേരെ കോക്പിറ്റിലേക്ക് വന്ന് തലയുടെ തലയിൽ ഗണ്ണ് വെക്കും. ശരിക്കും തലയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നോർത്ത് കൊറിയയിൽ സാക്കിയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. ആ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ സാക്കിയെ അങ്ങോട്ട് കൊണ്ടു ചെന്നേ പറ്റൂ. അതിനായിട്ട് അവളെ കൊണ്ടുപോകാനാണ് അവനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ലീഡറിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ തലയുടെ കയ്യിൽ നിന്നും സാക്കിയെ തട്ടിയെടുത്ത് വലിയ വലിയ ശത്രുക്കൾക്ക് മറിച്ച് വെക്കുക. അങ്ങനെ കാശുണ്ടാക്കാനാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും തലയെയും കെട്ടിവെച്ച് നമ്മുടെ ടീമിനെ കൊണ്ടു ചെന്നിട്ട് അതേ റൂമിൽ തന്നെ കൊണ്ടു ചെന്നിടും. എന്നാൽ ഈ സമയം തല സാക്കിയോട് സംസാരിക്കാൻ നോക്കുന്നത് ഹീറോക്ക് തീരെ ഇഷ്ടാവില്ല. നീ എന്തിനാടോ എന്റെ പെണ്ണിനോട് സംസാരിക്കുന്നത് ചോദിക്കും. എന്നാൽ പെട്ടെന്നാണ് വിമാനം താഴേക്ക് പറക്കുക. ഇതും ശരിക്കും ലീഡറിന്റെ പ്ലാനിൽ വരുന്നൊരു കാര്യമാണ്. അവന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ വിമാനം താഴേക്ക് കൊണ്ടുചെന്ന് കടലിലോ എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുചെന്ന് ക്രാഷ് ചെയ്യുക. അതിന്റെ മുന്നേ അവൻ പാരച്യൂട്ടിൽ സാക്കിയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുക. അങ്ങനെയാണ് അവൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ വിമാനം താഴേക്ക് പറത്തിക്കുന്നത് അതിന്റെ എല്ലാം ഒരു സാമ്പിളാണ്. അതെല്ലാം ചെയ്തു നോക്കാണ്. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മുടെ ടീം 3 പേരും കൂടെ ആടിയൊലഞ്ഞ് ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തും. സാക്കിയാണ് ഇപ്പൊ തലയുടെ തൊട്ടടുത്തുള്ള തലയാണ് സാക്കിയെ നോക്കി നിൽക്കുക. അതിന് ഹീറോ ചോദിക്കും, നീ എന്തിനാടാ എന്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. സാക്കി അവനോട് ചോദിക്കും, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ. അതിന്റെ തല പറയും, സാക്കിയുടെ അച്ഛൻ നോർത്ത് കൊറിയയും റഷ്യയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലാണല്ലോ ജോലി ചെയ്യുന്നത്. അതിപ്പോ തട്ടിയെടുക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലേ കണ്ടിരുന്നല്ലോ സാക്കിയുടെ അച്ഛന്റെ തലയിൽ ഒരാൾ വന്ന് ഗണ്ണ് വെക്കുന്നത്. എന്നാൽ അങ്ങേര് സാക്കിയുടെ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പവർ സ്റ്റേഷന്റെ മുഴുവൻ കൺട്രോളും ഇപ്പൊ വില്ലന്മാരുടെ കയ്യിലാണ്. എന്നാൽ ആ കൺട്രോൾ എല്ലാം തിരിച്ചു പിടിക്കാനായി സാക്കിയെ അങ്ങോട്ട് കൊണ്ടു ചെല്ലണം. അവളുടെ കണ്ണ് വേണം ആ പവർ സ്റ്റേഷന്റെ കൺട്രോൾ എല്ലാം തിരിച്ചു പിടിക്കാൻ. കണ്ണ് വേണമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യണം. എന്നാൽ ഈ വിമാനം താഴേക്ക് പറക്കുന്നതിന്റെ ഗ്യാപ്പിൽ അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് നിൽക്കും. സാക്കി അവനോട് ചോദിക്കും, നീ എന്നോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഞാൻ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുക. ഒരു കാലത്ത് കൂടെ നിന്ന് നീ എന്നെ കൊല്ലാനായി ശ്രമിച്ചില്ലായിരുന്നോ. അതിനവൻ പറയും, ഞാനാണോ നിന്നെ കൊല്ലാനായി ശ്രമിച്ചേ, നീയല്ലേ എന്നെ കൊല്ലാനായി ശ്രമിച്ചേ. അന്ന് നീ എന്നെ എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സംഭവം അന്ന് ശരിക്കും അവളുടെ കൂടെ നിന്ന് അവൻ അവളെ കൊല്ലാനായി വിചാരിച്ചിട്ടില്ലായിരുന്നോ. എന്നാൽ അവളോട് ആരോ വിളിച്ചു പറഞ്ഞല്ലോ നീ അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടോന്ന്. കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കേണ്ടെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഷൂട്ട് ചെയ്യാണ് ചെയ്തേ. എന്നാൽ അവനെ കൊല്ലണമെന്നുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ബുള്ളറ്റ് വെസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്താണ് അവൾ അന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടെ. അങ്ങനെ അവരതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റൂമിലേക്ക് സ്റ്റാഫ് ചാടി വരുന്നത്. അവൻ നേരത്തെ നമ്മുടെ ടീമിനെ 2 പേരെയും കെട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൻ പേടിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നില്ലായിരുന്നോ. അവൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അവൻ തലയെ കാണുമ്പോൾ ആദ്യം ഒന്ന് പതറും. പിന്നെയാണ് മനസ്സിലാവുക തലയും ഇപ്പൊ അവരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. കൂടുതലൊന്നും വൈകാതെ അവരെല്ലാവരും ഒരുമിച്ച് പണി തുടങ്ങി. ഹീറോ ആണെങ്കിൽ ക്യാമറകളെല്ലാം ആക്സസ് ചെയ്ത് ഹാക്ക് ചെയ്ത് ആ ലീഡറിന്റെ ആളുകൾ എവിടെയാണ് നിൽക്കുന്നതെന്നെല്ലാം കണ്ടുപിടിക്കും. കയ്യിലുണ്ടായിരുന്ന വാച്ചിലേക്ക് സാക്കിക്കും തലയ്ക്കും മെസ്സേജ് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാകും. കൂടുതലൊന്നും ബുദ്ധിമുട്ടാണ്ടി വരില്ല. എന്നാൽ അതിന്റെ ഇടയിൽ തല സാക്കിയോട് ചോദിക്കും, നീ പണ്ടപ്പോഴും എനിക്കായിരുന്നു സപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ അവള് പറയും, നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട, ഞാൻ എന്റെ സപ്പോർട്ടൊക്കെ ഇപ്പൊ മറ്റൊരാൾക്കാണ് കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന ഹീറോക്ക് വലിയ സന്തോഷമായി. ഹീറോ സ്റ്റാഫിനോട് പറയും, അവൾ ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയോ, എന്നെക്കുറിച്ച് അവൾ സംസാരിക്കുന്നത്. ഇതേ സമയം സാക്കിയും തലയും കൂടെ പെട്ടെന്ന് തന്നെ എക്കണോമി കമ്പാർട്ട്മെന്റിലേക്ക് ഓടി ചാടി കയറി അവിടെ ഉണ്ടായിരുന്ന ലീഡറിനെയും ലീഡറിന്റെ ടീമിനെയും അടിച്ചുടയ്ക്കാൻ തുടങ്ങും. പ്രതീക്ഷിക്കാതെ അവർ വന്ന് ഇമാതിരി അടി അടിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അടിയെല്ലാം വാങ്ങിക്കൂട്ടാൻ മാത്രമേ അവരെ കൊണ്ട് പറ്റൂ. സാക്കിയുടെ ഫൈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തലയും ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീഡറിന്റെ ടീമിന് അടി വാങ്ങാനേ നേരുള്ളൂ. എല്ലാ അടിയും ചോദിച്ചു വാങ്ങും. കൂടെ തന്നെ പാസഞ്ചേഴ്സും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അടിച്ചും എറിഞ്ഞും എല്ലാം സഹായിക്കുന്നതുകൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമാകും. അങ്ങനെ ലീഡറിന്റെ ടീമെല്ലാം കഴിയാനാവും നേരം ലീഡറിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. തല ഓടിച്ചെന്ന് അവൻ അടിച്ചു തൂക്കും. സാക്കിയാണെങ്കിൽ ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ വെച്ച് അവനെ ഞെരിച്ച് താഴെയിടും. അങ്ങനെ ഇപ്പൊ എല്ലാം അവസാനിച്ചു. സ്റ്റാഫാണെങ്കിൽ വാച്ചി കൂടെ സന്തോഷത്തിൽ മിഷൻ അവസാനിച്ചു എന്ന് വിളിച്ചു പറയും. അങ്ങനെ നമ്മുടെ ടീമിൽ നിന്ന് അടുത്തത് എന്താണ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തലക്കിട്ടൊരു ഷോട്ട് കൊള്ളുന്നു. ആരാ ഷൂട്ട് ചെയ്ത് നോക്കുന്നേരം പ്ലെയിനിലുണ്ടായിരുന്ന അപ്പാപ്പനില്ലായിരുന്നോ ഹീറോയെ സംസാരിക്കാനായി വിളിച്ചിരുന്ന അങ്ങേരാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ മകളും കയ്യിലുണ്ട്. ഇങ്ങേരാരാന്ന് വെച്ചാൽ നോർത്ത് കൊറിയയിലുള്ള സാക്കിയുടെ അച്ഛന്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കയ്യിലാക്കാൻ ശ്രമിക്കുന്ന വില്ലന്മാരില്ലേ, അവരുടെ തലയാണ് ഇങ്ങേരാണെങ്കിൽ സാക്കിയുടെ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പവർ സ്റ്റേഷന്റെ കൺട്രോള് അതിന്റെ ആക്സസ് ഇങ്ങേർക്കും ലഭിക്കുന്നില്ല. അത് ലഭിക്കാനായി സാക്കിയെ കിട്ടിയാലേ നടക്കുന്ന അങ്ങേർക്കും അറിയാം. അതുകൊണ്ടാണ് അങ്ങേർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങേരാണെ പേരച്ചൂട്ടിട്ട് അവളെ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുക. കൂടെ തന്നെ കയ്യിൽ ഗണ്ണുള്ളത് കൊണ്ട് തന്നെ അവൾക്കൊന്നും അങ്ങേരെ ചെയ്യാനും പറ്റില്ലല്ലോ. ചെറിയൊരു ഗണ്ണാണ്, കൈ ഗണ്ണുണ്ടെന്ന് പോലും തോന്നില്ല. സാക്കിയോട് കൂടെ വരാൻ പറയുന്ന നേരം ഹീറോ പെട്ടെന്ന് കൈ കിട്ടിയൊരു ഗണ്ണെടുത്ത് അങ്ങേരെ ഷൂട്ട് ചെയ്യാൻ നോക്കും. എന്നാൽ അതിൽ നിന്ന് ബുള്ളറ്റ് ഒന്നും വരുന്നില്ല. അത് ശരിക്കും ഇലക്ട്രിക് ഗണ്ണാണ്, അതിൽ നിന്ന് ബുള്ളറ്റ് ഒന്നും വരില്ല. എന്നാൽ ഷോക്ക് അടിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ
അപ്പാപ്പൻ ആ ഗ്യാപ്പ് നോക്കി ഹീറോയെ ഷൂട്ട് ചെയ്ത് താഴെയിടും. മകൾ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന നേരം സാക്കി അവളുടെ ചെവിയിൽ കാര്യമായിട്ട് എന്തോ ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് തലയുടെ കൂടെ പോകാനായി പാരച്യൂട്ട് എടുത്ത് അങ്ങേരുടെ കൂടെ ചെല്ലും. അങ്ങേര് നേരത്തെ ഡോറിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോംബ് പൊട്ടിച്ച് വിമാനത്തിന്റെ ഡോർ തന്നെ ക്രാഷ് ചെയ്ത് കളയും. ഇനി താഴേക്ക് ചാടിയാൽ മാത്രം മതി. സാക്കിയോട് ചാടാൻ പറയുന്ന നേരം അവള് മകളെ നോക്കിയിട്ട് എന്തോ ഒന്ന് കാണിക്കും. പെട്ടെന്ന് തന്നെ മകള് മുന്നിലേക്ക് ഓടി വന്ന് കയ്യിലുണ്ടായിരുന്ന പാവയെ അമ്മയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. സാക്കിയാണെങ്കിൽ അത് പിടിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എറിയും. അപ്പാപ്പൻ ഇത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴേക്ക് സാക്കി അങ്ങേരെ പിടിച്ച് പുറത്തേക്ക് വെച്ച് ഒരൊറ്റ ചവിട്ടാണ് അങ്ങേര് തിരിച്ച് താഴേക്ക് വീഴും. എന്നാൽ ആ പാവ അങ്ങേരുടെ അടുത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന നേരം പെട്ടെന്നാണ് അത് പൊട്ടിത്തെറിക്കുക. അങ്ങനെ ഇപ്പൊ എല്ലാം ഓക്കെ ആയി. സാക്കി പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന നേരം നമ്മുടെ ആള് ബോധം കേട്ട് കിടക്കാണ്. ശരിക്കും ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ബോധം പോയിട്ട് കിടക്കുക. 2-3 തട്ട് കൊടുക്കുന്ന നേരം താനേ എഴുന്നേറ്റ് വരും. തലയ്ക്കാണെങ്കിലും ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങേരും എഴുന്നേറ്റ് വരും. എന്നാൽ അങ്ങേർക്ക് ഇനിയും അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങേര് ഒരു നോർത്ത് കൊറിയൻ ഏജന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകണം. ഇപ്പൊ സൗത്ത് കൊറിയക്കാർക്കും അറിയാം വിമാനത്തിൽ നോർത്ത് കൊറിയക്കാരുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അങ്ങനെ പേരച്ചൂട്ടെല്ലാം ഇട്ട് പുറത്തേക്ക് ചാടാനായി നിൽക്കുന്ന നേരം അങ്ങേര് സാക്കിയോട് പറയും, നീ ഓക്കെ അല്ലേ? എന്നാൽ ഹീറോ പറയും, കണ്ണോട് കണ്ടാൽ മനസ്സിലാവില്ലടോ, അവൾ ഓക്കെയാണ്, നീ കൂടുതലൊന്നും കണക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചാടി പോകാൻ നോക്ക്. തല പറയും, നിങ്ങൾ ഇവളെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അതിന് ഹീറോ, ഞാൻ ഇവളെ പൊന്നുപോലെയും ചെമ്പ് പോലെയും ഒക്കെ നോക്കൂ, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്റെ പെണ്ണല്ലേ, ഞാൻ അവളെ നല്ലപോലെ നോക്കിക്കോളും, നീ ഇപ്പൊ ചാടിപ്പോടോ. അങ്ങനെ അപമാനമല്ല ഏറ്റുവാങ്ങി കഴിയുന്ന നേരം അങ്ങേര് വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങി പോകും. അങ്ങനെ വിമാനത്തിലുണ്ടായിരുന്ന ലീഡറിന്റെ ആളുകളെ അവരെല്ലാവരും സീറ്റിൽ കെട്ടിവെക്കും. അതുകൊണ്ട് തന്നെ അവരിനി പോലീസിന്റെ പിടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വിമാനം തിരിച്ചു പിടിച്ച കാര്യം താഴത്തുള്ള ആളുകൾ എല്ലാവരും അറിഞ്ഞു. എന്നാൽ ഇനി സാക്കിക്ക് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അവൾ നോർത്ത് കൊറിയൻ ഏജന്റ് ആണല്ലോ, അവൾ ഇങ്ങോട്ട് വന്ന് ജീവിക്കുകയാണല്ലോ. എന്നാൽ അതിന്റെ പേരിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു വിമാനത്തെ തന്നെ അവളാണ് രക്ഷിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അവള് കാരണമാണ് ഈ വിമാനത്തിന് ഇമാതിരി പ്രശ്നങ്ങളെല്ലാം വന്നേ. എന്നാൽ അവള് തന്നെ അതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പൈലറ്റ് വന്ന് പറയും, നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു കൊറിയയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ യാത്രക്കാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടില്ല. എന്നാൽ ആ രാഷ്ട്രീയക്കാരൻ ഇടയിലേക്ക് കയറി വന്ന് പറയും, എന്ത് പൈലറ്റ് പറയുന്നത് തന്നെ അങ്ങ് കേട്ടാൽ മതി, തിരിച്ചു കൊറിയയിലേക്ക് തന്നെ പോകുന്നു. എന്തിനാ ഇപ്പൊ ഹവായിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്തുണ്ടാക്കി വെച്ചിരിക്കുക, തിരിച്ചു കൊറിയയിലേക്ക് തന്നെ പോയാൽ മതി. എന്നാൽ ഈ നേരത്താണ് നമ്മുടെ സ്റ്റാഫ് ഏട്ടന് ഹീറോയുടെ കയ്യിൽ നിന്നും താഴെ വീണിരുന്ന ഇലക്ട്രിക് ഗണ്ണ് കിട്ടുന്നത്. അങ്ങനെ ഇത് എന്താണെന്നറിയാനായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന നേരം പെട്ടെന്ന് അത് വർക്കായി. അതാ രാഷ്ട്രീയക്കാരുടെ തലക്കിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ബോധം പോയി താഴെ വീണു. എന്തായാലും എല്ലാവർക്കും അതൊരു വലിയ ആശ്വാസമായി. പൈലറ്റ് ആണെ കുറച്ചു നേരം ചിന്തിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവാതെ അവസാനം ഹവായിലേക്ക് തന്നെ പറക്കാൻ തീരുമാനിക്കും. എന്നാൽ കൊറിയയിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് തിരിച്ച് കൊറിയയിലേക്ക് തന്നെ വരാൻ. എന്നാൽ ഇപ്പൊ ഹവായിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം വ്യക്തമാക്കാനായി അങ്ങനെ വിമാനത്തിലെ ഫ്യൂവൽ പുറത്തേക്ക് ഒഴിച്ചുവിടും. ഇനിയിപ്പോൾ കൂടുതൽ ഫ്യൂവൽ ഇല്ലാത്തതിന്റെ പേരിലാണ് ഹവായിലേക്ക് തന്നെ പറക്കേണ്ടി വന്നതെന്ന് അങ്ങേർക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ യാത്രക്കാരോട് എല്ലാവരോടും നമ്മൾ ഹവായിലേക്ക് തന്നെയാണ് പറക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നാൽ ആദ്യം തന്നെ കഴുത്തിൽ കത്തിവെച്ച ക്രൂ മെമ്പർ ഇല്ലായിരുന്നോ, അവളുടെ കഴുത്തിൽ കത്തിവെച്ചാണ് കോക്പിറ്റിന്റെ ഡോറ് തുറപ്പിച്ചേ. എന്തൊക്കെ സംഭവിച്ചാലും ഡോറ് തുറക്കരുതെന്നല്ല നിയമം, പിന്നെ എന്തിനാ നിങ്ങൾ തുറന്നേ? അതിന് അങ്ങേര് പറയും, നീ ഇല്ലാതായ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ശരിക്കും ക്രൂ മെമ്പർ അങ്ങേരുടെ സെറ്റപ്പാ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ടീം ഹവായിൽ അടിച്ചു പൊളിക്കുന്നതാണ്. അവരിപ്പോ കാറെല്ലാം റെന്റിനെടുത്ത് അതിൽ അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കാണ്. അങ്ങനെ ഒരു കടൽ തീരത്തെ പാലത്തിന് മേലെ വെച്ച് സാക്കിക്ക് ഹീറോ ഒരു ഡയമണ്ട് മോതിരം ഗിഫ്റ്റ് കൊടുക്കും. അത് കിട്ടുന്ന നേരം അവൾക്ക് വലിയ സന്തോഷമായി, അവളാകെ തുള്ളി കളിക്കും. എന്നാൽ ഹീറോ അറിയാതെ പറഞ്ഞു പോകും, ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് എന്റെ 10 വർഷത്തെ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി വെച്ചിരുന്നത്. അവൾക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല. പിന്നെ അവൾ ചോദിക്കും, നമ്മൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സമ്പാദ്യമോ? അപ്പൊ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ലോട്ടറി അടിച്ചൊന്നും അല്ലേ? എന്നാൽ അപ്പോഴാണ് അവൾ ആ വലിയ സത്യം മനസ്സിലാക്കുക. അവർക്ക് ശരിക്കും ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല, ഇതെല്ലാം ഹീറോയുടെ ഒരു പ്ലാൻ ആയിരുന്നു. ആ കൂൾ ഡ്രിങ്ക്സിന്റെ അടപ്പിൽ ഹീറോ തന്നെയാണ് ഇതുപോലെ ലക്കി വിന്നർ ആയെന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി ഒട്ടിച്ചു വെച്ച്. ഈ സമയം മകളാണെങ്കിൽ അവളുടെ വിദേശ യാത്ര ആസ്വദിക്കുകയാണ്. വലിയ ആളുകളെ പോലെ കടൽ തീരത്തെല്ലാം കിടന്ന് ഇളനിയെല്ലാം കുടിച്ച് അങ്ങനെ കിടക്കുക. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിൽ തന്നെ എത്തി. അങ്ങനെ ഹീറോയും ഭാര്യയും കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ എടുത്തിരുന്നൊരു ലോട്ടറി അവർക്ക് അടിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു വിദേശ യാത്രയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ശരിക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന സാക്കിയും ഹീറോയും കൂടെ, വീഡിയോ ഒന്നും എടുക്കല്ലേ, ഞങ്ങൾക്കിനി മേലാ വിദേശത്തേക്ക് എങ്ങോട്ടും പോണ്ടേ എന്ന് വിളിച്ചു പറയും. അങ്ങനെ അവിടെ വെച്ച് ഓക്കെ മാഡം എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ലോജിക്കിനെ കുറിച്ച് കൂടുതലൊക്കെ ചിന്തിക്കാൻ നിന്നാൽ ഈ സിനിമ കാണുമ്പോൾ പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ കാണുന്ന നേരം നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് കൂടെ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.